ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ ഭയങ്കര മഴയും ഭയങ്കര വെയിലും എല്ലാ ദിവസവും ഇപ്പം ഭയങ്കര, ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ വന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കത്തില്ലേ? നമുക്ക് പോകണോ വേണ്ടയോ, വരണോ പോകണോ, കടയിൽ വരണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഓൺലൈനിൽ ഇതെല്ലാം തരും കേട്ടോ, അത് ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ക്യൂൾറ്റഡ് ബാഗാണ്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പൊ ടാനിയ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കാണിച്ചുകൂടെ എന്ന് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചേ. ആക്ച്വലി ഒരുമിച്ച് കാണിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അന്നേരം ബെഡ്ഷീറ്റ് കാണിച്ചു കഴിയുമ്പോഴത്തേന് ഞാൻ അങ്ങ് മടുത്തു പോകുന്നേ. കുറെ ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞിട്ടല്ലേ ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഇതുപോലെയുള്ള ക്യൂൾറ്റഡ് ബാഗാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അത് നല്ല ക്യൂൾറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സൈഡിൽ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് നമുക്ക് പോകാൻ നല്ല രസമായിരിക്കും. നല്ല കളറല്ലേ, സിബ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ട അകഭാഗം ഇങ്ങനെയാണ്. പിന്നെ ഇത് കണ്ട നമ്മുടെ ഫോൺ വേണമെങ്കിൽ വേഗം എടുക്കാൻ വേണ്ടി അവിടെ വെക്കാം കേട്ടോ. ഒരാഴ്ച നമുക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിലുള്ള സാധനങ്ങൾ ഇതിനകത്ത് കയറും. അതായത് ഒരു 5 പീസ് ചുരിദാർ എന്തായാലും കയറും. അതിനുള്ള നമ്മളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ അത് അടുക്കി പറക്കി എങ്ങനെ ഫോൾഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, ക്യൂൾറ്റഡ് ആണ്. ഇനിയുള്ളത് നല്ല സോഫ ബാക്കിന്റെ കളറ്. ഈ വൈറ്റ് മാത്രം ഉള്ള വേറെ കളേഴ്സ് ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊച്ചേന്നൊക്കെ ചോദിക്കേ. ആക്ച്വലി വൈറ്റ് മാത്രമല്ല, വേറെ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണുള്ളത് വൈറ്റ് കളർ കേട്ടോ. ഇത് വൈറ്റ് കളറ്. ഇത് കണ്ടോ, ഇതിന്റെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ഇതുപോലെ മെഷീൻ എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കളറുമാണ്. നല്ല എന്താ പറയുന്നത്, നല്ല പൂക്കളും നല്ലതാണ്. ഇതിന്റെ കൂടെ വരുന്നത് 2 സിംഗിൾ പീസ്. നിങ്ങൾക്ക് 2 സിംഗിൾ പീസ്, അതായത് സിംഗിൾ സോഫയിൽ ചാരിയിരിക്കുന്ന സൈഡില്. പിന്നെ ഉള്ളത് ഒരു 3 സീറ്ററിന്റെ ആണ് കേട്ടോ. ഒരു 3 സീറ്ററിന്റെ ഒരു പീസാണ്. കാരണം നമ്മുടെ പണ്ട് കാലത്തൊക്കെ എന്തായാലും ഇപ്പോഴും അങ്ങനെ തന്നെയാ, 3 സീറ്റർ പ്ലസ് 2 സീറ്റർ 1+1 എന്നുള്ളത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വേറെ പുതിയ മോഡേൺ സ്റ്റൈലിലുള്ള ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കിതെല്ലാം നമ്മുടെ ഐഡിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പൊ ഇത് നമ്മുടെ പഴയ കാലത്തൊക്കെ പോലെ പുതിയതും ഉപയോഗിക്കാം. എന്നാലും ആ ഒരു സ്റ്റൈലാണ്. പക്ഷെ മെഷർമെന്റ് ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡ് സൈസ് ആണ് കേട്ടോ. ഇനിയുള്ളത് നല്ല ഇതുണ്ടോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഓണം ആകുമ്പത്തേനും നാരങ്ങയും മത്തങ്ങയും തേങ്ങയൊക്കെ ആയിരിക്കും ഒത്തിരി വരുന്നത്. ഇത് ആക്ച്വലി നല്ല ഒരു നാരങ്ങയാണ് കേട്ടോ. ഇതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് കുറച്ച് സോഫ്റ്റ് ആണ്. സാധാരണ ഞാൻ ബെഡ്ഷീറ്റ് തരുമ്പോൾ സെന്റർ പോർഷൻ കുറച്ച് തിക്കായിരിക്കും, പക്ഷെ ഇത് ഇച്ചിരി കുറച്ച് സോഫ്റ്റ് ആണ്. സൈഡ് ബോർഡർ വരുമ്പോൾ നമുക്കൊരു ചന്ദന കളർ എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇതെല്ലാം ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപയാണ്, പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റ് എന്ത് രസമാണെന്ന് നോക്കി, നല്ല ഭംഗിയായിട്ട്. ഞാനിത് കഴിഞ്ഞ ദിവസം ഇതിന്റെ വേറൊരു പ്രിന്റ് ഇതിന്റെ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഒരിച്ചിരി കളർ കോമ്പിനേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേഗം നമുക്ക് കാണുമ്പോൾ ഓർക്കും സെയിം ആണല്ലോന്നേ. പക്ഷെ ഇത് ഇന്നത്തെ വീഡിയോ, അതായത് 31ാമത്തെ ഡേറ്റിലുള്ള വീഡിയോയിലാട്ടോ ഈ ഷീറ്റ് ഉള്ളത്. സൈഡ് ബോർഡർ വന്നിട്ട് ഗ്രീൻ കളർ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ, പ്ലസ് ഷിപ്പിംഗ് ആണ്. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മടിയാണോ എന്ന് ചോദിച്ചാൽ, ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മടിയായിരിക്കും. ചില കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇഷ്ടം ഉണ്ടാകത്തില്ലേ. പക്ഷെ നമ്മൾ മടിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, കുറച്ച് നേരം മിണ്ടാതിരിക്കുക, കുറച്ച് നേരം അടങ്ങി ഒതുങ്ങിയിരിക്കുക, കുറച്ച് നേരം നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുക. നമ്മുടെ ആ മടി പിടിച്ച് കുറച്ച് നേരം ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. ഓടി ഓടി എല്ലാം തീർക്കണം എന്ന് ഒരാവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞൊരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ പോകാമെന്ന് ഒരു കുഴപ്പമില്ല. ചില ചേച്ചിമാരും ചില മണ്ടി പെണ്ണുങ്ങൾ എന്നെ പോലെ ഉള്ളവരുണ്ടല്ലോ, ലൈക്ക് ഓടി ഓടി നമുക്ക് പണിയെടുക്കും. എന്നിട്ട് അങ്ങോട്ട് റിലാക്സ് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേനും ഫുള്ള് ചതഞ്ഞേന്ന് പറഞ്ഞിരിക്കുവേ. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ റിലാക്സ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അപ്പൊ നിങ്ങളോടും പറയൂ കേട്ടോ. അത് കണ്ടോ, അടുത്ത ഷീറ്റ് ഇതുണ്ട്. എന്ത് രസമാന്ന് നോക്കി, എന്ത് രസമല്ല, ഇത് കൊള്ളാട്ടെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കളർഫുൾ ആണ്, നല്ല രസമാണ് കാണാനേ. ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാട്ടോ, നല്ലൊരു യെല്ലോ കളറ്. ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ സെന്റർ പോർഷൻ ലൈറ്റ് വെയിറ്റ് ആണ്. സൈഡ് ബോർഡർ കുറച്ച് തിക്കായിട്ടുള്ള കോട്ടൺ ആണ്.
റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനി ഞാൻ എന്നും ഈ കട്ടൻ കാണിക്കാൻ മറന്നു പോകും കേട്ടോ, കാരണം ഈ വർത്താനം പറഞ്ഞു പറഞ്ഞ കട്ടൻ എന്തൊക്കെ കാണിക്കുക. ഇത് കണ്ടോ, നല്ല കട്ടനാണ്. ഇത് ഞാൻ ഇട്ട ദിവസം ഒന്നും പറഞ്ഞില്ലെന്നാ തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ത്രെഡ് വർക്കോട് കൂടിയ കട്ടനാണ് കേട്ടോ. നല്ല രസമില്ലേ, നല്ല ഭംഗിയായിട്ടുള്ള കട്ടനാണ്. ഇത് 7 ഫീറ്റ് കട്ടനാണ്. റേറ്റ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കട്ടനാണ് കേട്ടോ. കട്ടനൊക്കെ വരുമ്പോൾ പെർ പീസ് റേറ്റ് ആണ്. പിന്നെ നമുക്ക് ലൈക്ക് ഇത് കണ്ടോ, അടുത്ത ഷീറ്റ് നല്ല രസമല്ലേ. ഇതൊക്കെ കളർ കോമ്പിനേഷൻ സൂപ്പറാന്നൊക്കെ പറയത്തില്ലേ, ആ ബെഡ്ഷീറ്റ് സൂപ്പറാന്ന് നമുക്ക് പറയാം. ഇന്ന് ഞാൻ അങ്ങനെ ടൈറ്റിൽ എഴുതാൻ പോവാ, ബെഡ്ഷീറ്റ് സൂപ്പറാന്ന്. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് സൈഡ് ബോർഡർ ഇത് പിങ്ക് കളറാട്ടോ. നല്ല രസമുണ്ട് അല്ലേ, ലൈനിൽ ഒരു റെഡും അല്ല പിങ്കും അല്ല, നല്ലൊരു കളറല്ലേ. ഇതൊക്കെ ചുരിദാർ കിട്ടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ, നിങ്ങൾ അതല്ലേ ഇപ്പൊ വിചാരിക്കുന്നത്. പക്ഷെ ഇത് തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റിന് മെറ്റീരിയൽ ആട്ടോ. ഇത് വെട്ടി നമ്മൾ ചുരിദാർ തയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഈ കാണിക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ കിടന്ന അവിടെ തന്നെ കിടക്കും. ഓൾമോസ്റ്റ് ഒരെണ്ണം അതിനകത്ത് ലൈറ്റ് വെയിറ്റ്, അവന് നീങ്ങിയൊന്നും പോകത്തില്ല, അവിടെ തന്നെ കിടന്നോളും. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റുകളാട്ടോ. ഇനിയുള്ളത് ഇത് കണ്ടോ, അടുത്ത ഷീറ്റ്. ഇത് ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. നല്ല ഓറഞ്ച് കളർ. ഈ ദിവസങ്ങളൊക്കെ കളേഴ്സ് ഒക്കെ അടിപൊളിയാവുന്നുണ്ട് കേട്ടോ. നല്ല ഓറഞ്ച് കളറാട്ടോ. ഞാൻ തന്നെ എന്നെ അങ്ങ് പുകഴ്ത്തുക കേട്ടോ, നല്ല കളറാന്നൊക്കെ പറഞ്ഞ് ബെഡ്ഷീറ്റിനെ. ഇത് കണ്ടോ, നല്ല. പക്ഷെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ സത്യ, ഇത് നല്ല കളറല്ലേ, നല്ല ഇലകളുണ്ട്, ഇതിനകത്ത് കിളിയുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള കിളികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, എന്ത് നല്ല ഷീറ്റ്സ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ കാണിച്ച സാധനങ്ങളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് 1000 റുപ്പീസിന് താഴെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ചെയർ ബാഗ്സിനൊക്കെ കുറച്ച് വില വ്യത്യാസം ഉണ്ടാവേ, കാരണം ബെഡ്ഷീറ്റ്സിനൊക്കെ 1000 റുപ്പീസിന് താഴെ ആട്ടോ മാഗ്നിസ്കേപ്സിൽ. അപ്പോൾ നല്ല മിതമായ വിലയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ഡിസ്കൗണ്ട് സെയിലും ഓഫർ സെയിലും ഒന്നും ഇല്ലാതെ മാത്രമാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ എല്ലാ സാധനവും പുതിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് നല്ല നല്ല പ്രിന്റുകളാണ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ചില ഫോട്ടോസ് ഒന്നും കാണത്തില്ല, എന്നാലും നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊരു സൂത്രം ഉണ്ടല്ലോ, ആ ഒരു സാധനം വേഗം നമുക്ക് വെറുതെ അങ്ങോട്ട് ശരിയാകത്തില്ല. അപ്പം നമ്മൾ ഈ സാധനം ഇവിടെ ചെയ്യുമ്പോഴത്തേനും ചിലപ്പം വേഗം അവിടെ ഇതായിന്ന് വരത്തില്ല. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഒരു മെസ്സേജ് അയക്കണം. അങ്ങനെ ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ മാസത്തിൽ 1-2 തവണയൊക്കെ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ, അല്ലാതെ എല്ലാ ദിവസവും വരത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്, അതായത് വൈറ്റിലേന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ ഓൺ ദ വേ ടു MG റോഡ് കുറച്ചുകൂടെ വന്നാൽ പില്ല നമ്പർ 795 നോക്കണം. അപ്പോൾ അവിടെ ഒരു 2-3 നല്ല നല്ല വലിയ വലിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള കടകളുണ്ട്. ആ സൈഡിലെ റോഡിലോട്ട് കയറുമ്പോൾ 100 മീറ്റേഴ്സ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് മാഗ്നിസ്കേപ്സിന് വട്ടത്തിലുള്ള ഒരു ചെറിയ ബോർഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ആ ബിൽഡിങ്ങിന്റെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിൽ കുറേ വണ്ടികൾക്ക് ഇടാനുള്ള പാർക്കിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം. ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. താങ്ക് യു.